നമസ്കാരം. ചില കുടുംബങ്ങളിൽ, അതായത് മിക്കവാറും എന്ന് പറയാം, ചില അവിഹിത ബന്ധുക്കൾ തമ്മിൽ നടക്കാറുണ്ട്. അത് ചിലരൊക്കെ അറിയാറുമുണ്ട്. കണ്ണടച്ചുകളെ ഇത് അധികം പ്രായവ്യത്യാസമില്ലാത്ത ആങ്ങളുടെ മോനാണ് ഒരു ആൻറ്റി ആശ്വസിപ്പിക്കുന്ന രംഗം. ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ചാനൽ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വേർഡ്സൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അസലായിട്ട് ഞാൻ എൻ്റെ പുതിയ ചാനലിൽ പറഞ്ഞുതരാം ഇതിൻ്റെ മുഴുവൻ സംഭവങ്ങളും. അതായത് എൻ്റെ ചാനൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കണം. കാരണം എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവരും ഞാൻ ഇടുന്ന വീഡിയോ കാണാറില്ല. എന്താണ് അറിയില്ല, എൻ്റെ തമ്പനയിലിൻ്റെ കുഴപ്പമാണോ അതിന് അറിയില്ല. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണതാ. ഞാൻ മറ്റൊരു ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിടാം ഫസ്റ്റ് കമൻ്റായിട്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ പറ്റും. കാരണം ആങ്ങളെൻ്റെ മകനാണൊക്കെ ശരിയാണ്, പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം അങ്ങനെ ഒരുമിച്ചല്ല വളർന്നത്. അടുത്താണ് വീടെങ്കിലും ആങ്ങളെ മാറി താമസിക്കുന്നുണ്ട്, പക്ഷെ അടുത്താണ് വീട്. എന്നിരുന്നാലും ഇവർ പഠിച്ചതും വളർന്നതൊക്കെ വിവിധ സ്ഥലങ്ങളിലാണ്. ഇവർ മിങ്കിളായിട്ടില്ല. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരൊരു ആണും പെണ്ണും മാത്രം. ഒരുമിച്ച് ചെറുപ്പത്തിലേ കളിച്ച് വളർന്ന ആൾക്കാർ, ഇപ്പോൾ ആങ്ങളെൻ്റെ മോനൊക്കെ ആണെങ്കിൽ സെക്ഷലായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇവർ രണ്ടാളും രണ്ട് സ്ഥലത്തായിരുന്നു. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇവൻ്റെ നോട്ടം, ഇതൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്ന നോട്ടമെന്ന് ഇവൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ പണി തുടങ്ങി. അത് തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ മറ്റേ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകണം. ഇവിടെ നിന്ന് പറഞ്ഞാൽ അതിനൊരു ത്രില്ലുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോൾ ഈ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ ദയവേത് കാണുക. കാരണം ഈ ചാനലിൽ ഞാൻ എന്തിട്ടാലും ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. ചിലപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ ഇത് എത്തണുള്ളൂ. ഒന്നാദ്യം മുതൽ ചാനൽ പ്രശ്നത്തിലാണ്. അപ്പം അതിൻ്റെ ഫുള്ളായിട്ടുള്ള സംഭവം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ മറ്റേ ചാനലിൽ ഇടും. കുറച്ച് എരിവും പുളിയൊക്കെ കുറക്കും. കാരണം എന്താ, എൻ്റെ എല്ലാ കണ്ടൻറ്റും ഒത്തിരി സെക്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പച്ചക്ക് പറയുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതിൽ ഏറെ സെക്ഷുവലായിട്ട് പറഞ്ഞ കണ്ടൻറ്റ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഇത് ഡിഫറെൻ്റാണ്. അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് എരിവും പുളിയും കുറക്കുകയാണ്. അപ്പോൾ നമസ്കാരം. മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ ഉപകാരം. നമസ്കാരം.